ചിത്തിയൊക്കെ വാടി കഴിഞ്ഞിട്ട് എന്റെ കൈയെത്തിയില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. ഖദീജമ്മ, എന്തൊക്കെയാണ് വിശേഷം? നിങ്ങൾ എപ്പോ കാണാനും നിങ്ങൾക്ക് ജോലിയാണല്ലോ. ജോലി കഴിഞ്ഞുള്ള സമയമില്ലല്ലേ? ഇമ്മളെവിടാ ഇല്ലേ? പോയാ ഉണ്ടല്ലേ? ആര് രമണിയാ? എപ്പോഴും ജോലി ഇവിടുത്തെ മരുമോള് ഉള്ളതും ഇല്ലാത്തതൊക്കെ കണക്കേണ്. എന്തോ മലമറിക്കും പോലെ രാവിലെ അടുക്കള കയറണാണ്. പിന്നെ എന്തരാണ് എന്തോ ഈ നേരം ഇരുട്ടിയാലും അവളെ പണി തീരൂ. മോള് പറഞ്ഞോണ്ട് കേട്ടോ. മോളെ സുഖം തന്നെ? ഓ സുഖം തന്നെ. ആകെ ഒന്ന് ക്ഷീണിച്ചോയല്ലോ മോള്. എന്താ പറ്റി? മാമിയാ? അതെങ്ങനെയാ മാമി? ശരി അമ്മ, ഞാൻ എനിക്ക് അങ്ങോട്ട് പോണം. ഇന്ന് തൊഴിലുറപ്പ് ഇന്ന് പോയിട്ട് വരാം. ശരി. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാം. കുടുംബശ്രീക്കാരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ രമണി അറിയിക്കുകയാണ്. നമ്മള് ഖദീജയുമായി മറുമൂളും തമ്മിൽ നല്ല രസത്തിലല്ല. ബാക്കി കഥ തൊഴിലുറപ്പിനെ വരുമ്പോ ഞാൻ പറയാം. ഓക്കെ. അമ്മ എത്ര നാഴി അരി ഇടണം? എന്നും ഉടനെ അല്ലേ അപ്പി, ഒരു 3 നാഴി അങ്ങോട്ട് ഇട്. എല്ലാത്തിനും എന്റെ കൈ. കുറ്റം ചോദിച്ചില്ലെങ്കിൽ കുറ്റം, ചോദിക്കാതെ വല്ല ഇട്ട അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് കൂടിയ അതും കുറ്റം. പക്ഷെ എന്റെ ഒരു ബംഗാളികൾക്ക് പോലും പിന്നെ ഇപ്പൊ ശമ്പളത്തിനെങ്കിലും മാറ്റമുണ്ട്. എനിക്ക് അതും ഇല്ലല്ലോ പഠിച്ചവനെ. ഓർക്കും ഗതി ഭദ്രൻ. ഇതെല്ലാം അപ്പടി പൊടിയാണ്. ഈ പിന്നെ പുതും മാരൂല. പിന്നെ വീടങ്ങ് നശിച്ചു പോയി. എന്തോന്നിത് മൊത്തം പൊടിയാണല്ലോ. ആമിന, ഇവിടെ വാ. എന്താ ഇതെന്താണ് ഇവിടെ മൊത്തം പൊടി? ചവർ കാലിലൊക്കെ എന്തൊക്കെയോ പറ്റണം. ഇത് എന്തോന്നാണിത്? രാവിലെ വീടും പേരൊക്കെ തൂത്തിടണമെന്ന് പറഞ്ഞിട്ടില്ലേ? ആരെങ്കിലും കേറി വരുമ്പോ അവരാ പൊടിയിലും അഴുക്കിലും വാങ്ങിയിരിക്കണം. ഇതൊക്കെ എന്തോന്നാണിത് ശീലങ്ങള്? എനിക്ക് കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞിട്ടെങ്കിൽ ഇതൊക്കെ അടിച്ച് വാരാം. അടുക്കളയില് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. കുട്ടികൾ ഇപ്പൊ വിശക്കണമെന്നും പറഞ്ഞ് വരൂലേ? അവർക്ക് ഒന്നും കൊടുത്തില്ല, അവർക്ക് സ്കൂളിൽ പോണം. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വന്ന് അടിച്ചു വാരിക്കോളാം. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ചടപടയെന്നും പറഞ്ഞ് ഞാനൊക്കെ ജോലി ഒതുക്കി എവിടെയെങ്കിലും ഇപ്പൊ സൊറയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ പിള്ളേര് കേറിയ അവിടെ നിന്ന് തുഴങ്ങി അങ്ങ് നിന്നോളൂ. എന്തരാണാ എന്തോ ഇത്ര മല മുറിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ലേ? എല്ലാം കുറ്റം പറയും. ഇത്ര ഒന്നെങ്കിലും ഒരു കപ്പെങ്കിലും അങ്ങോട്ട് ഒന്ന് സഹായിച്ചു തന്നിട്ട് ഈ കുറ്റം പറഞ്ഞത് കേൾക്കാനെങ്കിലും പറ്റുമോ? ചെയ്യുക എല്ലാം എന്റെ കൈ എത്തേം വേണം. എന്നിട്ട് അവരെ നാട്ടുകാരുടെ മുമ്പിൽ ഞാനെല്ലാം ചെയ്യണേ. എന്തോ ഒരു തള്ളയാണോ അത്. ആഴ്ച പാലിന്റെ കണക്ക് ഒന്ന് കറണ്ട് ബില്ലടച്ച്. വേറെ ഇതാരാണപ്പ ഈ സമയം? മോളാണല്ലോ. ഹലോ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. മക്കളെ, എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണ? ഇപ്പൊ എങ്ങനുണ്ട് എന്റെ മാമി? കുഴപ്പം തന്നെയല്ലേ? അടുക്കളയിലൊന്നും കേറില്ലേ? മക്കളെ മാട് പോലും പണി ചെയ്യിപ്പിക്കണല്ലേ അവിടെ. എന്റെ കൊച്ചു കിടന്ന് കഷ്ടപ്പെടുന്നല്ലോ. ഒരു കാര്യം ചെയ്യ്, 2-3 ദിവസം ഇവിടെ ഒന്ന് നീ പറ്റൂലെന്നാ? ഉമ്മ വിളിച്ചിട്ട് പറയാം. ഇവിടുത്തെ എന്റെ കൊച്ചിനെ നീ അവിടെ കിടന്ന് കഷ്ടപ്പെടണം. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ വന്ന് നീ. ഇനി അവരെന്തെങ്കിലും പറയണ അവര് നേരെ ആവുന്നത് വരെ നീ ഇവിടെ നിന്ന്. അതായിരിക്കും നല്ലത്. ഉമ്മച്ചി കാക്കൂനെ അങ്ങോട്ട് വിടാം. ശരി. എന്റെ കൊച്ചിന്റെ ഒരു കഷ്ടപ്പാട്. കെട്ടിച്ചു വിട്ട അന്ന് തൊട്ട് അവിടത്തെ മൊത്താക്കല പണി എന്റെ കുഞ്ഞാ ചെയ്യണത്. ആരെങ്കിലും കാണുന്നുണ്ടോ ഇതൊക്കെ? എന്തോ ഒരു വിധി. എടാ മോനെ, നീ മോളെ വീട് വരെ ഒന്ന് ചെല്ലണം. എന്റെ കൊച്ചിനെ അവിടെ മാട് പോലെ കിടന്ന് കഷ്ടപ്പെടുത്തേണ പറ്റാണ്. നീ ഇനി വിളിച്ചോണ്ടാ. അവിടെ ഇവിടെ നിക്കട്ട്. എന്തിനാണ് അവിടെ നിർത്തിയിരിക്കണവനാ? നീ ഇനി വിളിച്ചോണ്ടാ.
എനിക്ക് പറ്റൂല, എന്റെ കൊച്ചിനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്താനല്ല ഞാൻ കെട്ടിച്ചു വിട്ടത്. അതിനെ ഇനി കൂട്ടിക്കൊണ്ട് വന്നേ പറ്റുള്ളൂ. അത് കൊള്ളാം. എന്റെ ഉമ്മ നിങ്ങളും അതല്ലേ ചെയ്യണ? ഒന്നും പറയണില്ലേ? നിങ്ങൾ ഇവിടെ ഒരു മരുമോളെ കൊണ്ട് എന്തെല്ലാം പണികളാണ് എടുപ്പിക്കുന്നത്. അതും ഒരു മോളല്ലേ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട.